നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രണവ് സാറോ? താങ്ക് യു സാർ. സാറോ? ആരായാലും ബഹുമാനിക്കാൻ പഠിക്കണം, അതാണ് എന്റെ പോളിസി. ഓക്കെ സാറേ, പോക്കോ പോക്കോ പോക്കോ. അയ്യോ സാറേ, സൂക്ഷിച്ചു. നോ പ്രോബ്ലം. ആര് വിചാരിച്ചാലും എന്നെ അങ്ങനെ വീഴ്ത്താനൊന്നും പറ്റത്തില്ല, വീഴത്തില്ല ഞാൻ. എന്തായാലും സാറിനൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ സാർ, ഞങ്ങൾ വരണോ? ഞാൻ പിടിക്കാം, അല്ലെങ്കിൽ സാർ വീഴും. സാറിന്റെ താങ്ക് എനിക്ക് വേണ്ട സാർ. അല്ലാതെ തന്നെ ഒരുപാട് സാറന്മാരെനിക്കിട്ട് താങ്ങിക്കൊണ്ടിരിക്കുമല്ലയോ, അത് മതി. ഓക്കെ സാർ, പൊക്കോ. ശരി സാർ. പ്രണവേ, ഇത് എന്തോന്നാടാ ഇത്? അയ്യോ, സാറിവിടെ നിൽക്കുമായിരുന്നോ? കണ്ടില്ലായിരുന്നു കേട്ടോ. നമസ്കാരം. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് പ്രണവേ. നീ കാണിക്കുന്നൊക്കെ തെറ്റാണ്. ആഹാ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തെറ്റാണ് എന്ന് വെച്ച് മദ്യപിച്ച് നടക്കുന്നത് തെറ്റാണോ സാർ? സാർ എവിടുത്തെ സാറാ സാറേ? അല്ല സാറേ, ഇനി ഇതിന്റെ പേരിൽ പെറ്റി അടിക്കുവോ അതോ മുഖത്തടിക്കുവോ? എന്ത് ശിക്ഷ എവിടെയെങ്കിലും തന്നോ, ഞാൻ സ്വീകരിക്കാം. അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഈ സാറിനെ ശിക്ഷിക്കണമെങ്കിൽ ചുറ്റുപാട് ഇതൊന്നും പോരല്ലോ. കേട്ടു നിന്ന് കൈയടിക്കാൻ ഒരു പുരുഷാരം ഉണ്ടെങ്കിലല്ലേ സാറിനൊരു ഗുമ്മുള്ളൂ, അല്ലേ? ഇപ്പോഴേ രാത്രിയായി പോയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ റോഡിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പിടിച്ചു നിർത്തായിരുന്നു. ഐ ആം സോറി സാർ, വേറെ വഴിയില്ല. ഞാൻ എന്നാ പൊക്കോട്ടെ. പ്രണവേ, നിന്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. എടാ, അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ എന്തോ പറഞ്ഞു പോയതാ. അതിന്റെ പേരിൽ നീ എന്തിനെങ്ങനെ കുടിക്കുന്നത്? കുടിക്കുന്നത് വിഷമം മാറാനാണോ? ഫിറ്റാവാനല്ലേ? എനിക്കൊരു സംശയം. സാറ് പറയുന്ന പോലെ ഞാനാണോ പൊട്ടൻ, അതോ സാറ് തന്നെയാണോ പൊട്ടൻ? ആർക്കറിയാം, ഞാൻ തന്നെ ആയിരിക്കും പൊട്ടൻ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിന്ന് സംസാരിക്കൂ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പോണു. എന്തോ തീരുന്നു. ഞാനിപ്പോഴും പ്രണവിനെ കാണുന്നില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. എന്താ പ്രണവ് ഇത്ര വൈകിയേ? എനിക്ക് വൈകി വരാൻ പാടില്ലേ? പ്രണവ് കുടിച്ചിട്ടുണ്ടോ? കുടിച്ചതിന്റെ പേരിൽ എന്താ നിനക്ക് തെറി വിളിക്കാൻ തോന്നുന്നുണ്ടാ? വിളി, നിനക്കും വിളിക്കാം. നീ ആയിട്ട് എന്തിനാടി കുറയ്ക്കുന്നത്? പ്രണവ് വീഴല്ലേ? നോ, ഡോണ്ട് ടച്ച്. പിടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാ പ്രണവ് ഇങ്ങനെ കുടിക്കുന്നത്? പ്രണവിന്റെ മനസ്സിൽ ഇപ്പൊ ഞാനില്ലാന്ന് എനിക്കറിയാം, ആരും അല്ലാന്നും അറിയാം. എത്ര വേണമെങ്കിലും എന്നെ വെറുത്തോളൂ, പക്ഷെ എന്റെ പ്രണവ് ഇങ്ങനെ കുടിച്ച് നശിക്കല്ലേ? അത് കാണുന്നത് എനിക്ക് സങ്കടം. എന്തിനാ കുടിക്കാതിരിക്കുന്നേ? കുടിച്ചാൽ എന്തോ കുഴപ്പം? കൂടിപ്പോയാൽ ചാവുമായിരിക്കും. ചാവട്രി, ജീവിച്ചിരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലതാ. വെറുതെ അപശകനങ്ങൾ പറയില്ലേ പ്രണവേ? ഇങ്ങനെയൊക്കെ സംസാരിക്കാനും വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായേ? ആരാ അപമാനിച്ചേ? അപമാനിച്ച ആരാ നിനക്കറിയണോ? ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പ്രണവേ പറ, എന്താ ഉണ്ടായേ? പറ. എന്താ ഉണ്ടായെന്ന് വെച്ചാലേ, അതിപ്പോ എന്താന്ന് വെച്ചാല് പ്രണവേ, എന്താ പറയാനാ, അപമാനിച്ചു, അത്ര തന്നെ. പറ പ്രണവേ,
ആരാ അപമാനിച്ച? എവിടെ വെച്ചാ? ആരാന്ന്? വേറെ ആരാ? അയാള് തന്നെ, അയാള്. എടാ ഗൗതം, നിന്നെ ഞാൻ വെറുതെ വിടൂലടാ തന്നെ. ഇടാ ഗൗതം, നീ എന്തോടാ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? വേൾഡിലെ നമ്പർ 1 ബിസിനസ്മാൻ നീയാണെന്നാ? നിനക്ക് തെറ്റൊന്നും പറ്റത്തില്ലേ? തെറ്റ് പറ്റത്തില്ലടാ. വേറെ അവന്റെ പെർഫോമൻസ്, കൊടുക്കുന്ന പെർഫോമൻസ് അല്ലേ അവന്റെ. ഗൗതം, ഞാനും ഒരു ബിസിനസ്മാനാടാ. നീ ഒരു തെറ്റ് പറ്റിപ്പോയി. അതിന്റെ പേരിൽ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിച്ചല്ലേ? അപ്പൊ അതാണ് കാര്യം. മതി, ഇത്രയും മതി എനിക്ക്. ബാക്കി ഞാൻ ചെയ്തോളാം. ഗൗതവും പ്രണവും ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഗൗതമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞ. ആരോ വന്നു തോന്നുന്നല്ലോ, ഞാൻ പോയി നോക്കാം. ആ നിക്ക്, ഞാൻ നോക്കാം. ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. ആ ആഹാ, ഇവിടെ ഉണ്ടാവുമെന്ന് ടോം ജോർജ് വിളിച്ച് ചോദിച്ചപ്പോഴേ ഞാൻ ഊഹിച്ചു ഇങ്ങോട്ട് വരാനാവുമെന്ന്. പക്ഷേ എല്ലാവരും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മളെല്ലാരും കൂടി വന്നത് ഗൗതം സാറിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നല്ലോ. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനി ക്ലബിലെ മുഴുവൻ മെമ്പേഴ്സ് ഒരുമിച്ച് വന്നാലും എനിക്ക് സന്തോഷമുള്ളൂ. വാ, കേറുവാ. ആ അമ്മേ, ഇവരൊക്കെ ഞങ്ങളുടെ ക്ലബിലെ മെമ്പേഴ്സാ. നിധിക്ക് അറിയാവുന്ന തോന്നുന്നു അല്ലേ? ആ കണ്ടിട്ടുണ്ട്. ആ ഞാൻ ചായ എടുക്കാം. ഏയ്, ചായ ഒന്നും വേണ്ട, ഇപ്പൊ ഇരിക്കാൻ പോലും സമയമില്ല. അത് കൊള്ളാം. ചായ വേണ്ടെങ്കിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ടമ്മേ, ഇന്ന് വൈകുന്നേരം നമ്മുടെ ക്ലബിൽ ഒരു കപ്പിൾസ് പാർട്ടി ഉണ്ടായിരുന്നു. അതിനൊന്ന് നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതൊക്കെ ക്ഷണിക്കാം, ആദ്യം ഇരിക്കേ. വാ, ഇരിക്കെ. ഇരിക്കെ. ഈ പ്രോഗ്രാം ഞാനും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തതല്ലേ? അതിനി നേരിട്ട് ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തന്ന് ക്ഷണിക്കാന്നുള്ളതാണല്ലോ അതിന്റെ ഒരു മര്യാദ. നിങ്ങളൊക്കെ ഞങ്ങളുടെ VIP കളല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സത്യം പറഞ്ഞാ ഞാനും കൂടെ നിന്ന് നടത്തേണ്ട പ്രോഗ്രാം അല്ലേ ഇത്. നിങ്ങൾ 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ ഇതിനു വേണ്ടി സമയം കളയണ്ടായിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ജിജി, എന്തായാലും ഗൗതമിന് ഇൻവിറ്റേഷൻ കൊടുക്ക. ആ, അപ്പൊ രണ്ടുപേരും കൃത്യമായിട്ട് ഫംഗ്ഷനിൽ എത്തണം. ഉം. നിധി മാഡം മറക്കണ്ട. ഇല്ല. ആ, നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കോ. ഞാനും നിധിയും കൃത്യമായിട്ട് ഫംഗ്ഷൻ എത്തിക്കോളാം. ആ, അതെന്താ ഗൗതം, അപ്പൊ പ്രണവ് വരുന്നില്ലേ? പ്രണവിനെയും കൂടെ ക്ഷണിക്കാനാ ഞങ്ങൾ വന്നേ. പ്രണവിനെയും വൈഫിനെയും കൂടി വിളിച്ചിരുന്നെങ്കിൽ അവരെയും കൂടി ക്ഷണിച്ചിട്ട് ഞങ്ങൾക്ക് ഇറങ്ങായിരുന്നു. അത് വേണ്ട, പ്രണവ് വരില്ല. അയ്യോ, അതെന്ത് പറ്റി? ഇത് കപ്പിൾസ് പാർട്ടി അല്ലേ, പ്രണവിനെ തനിച്ച് വരാൻ പറ്റില്ലല്ലോ. ഈ പ്രോഗ്രാമിൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് തന്നെ പങ്കെടുക്കണമെന്ന് ഞാനും കൂടി ഇരുന്നല്ലേ തീരുമാനം എടുത്തത്. പ്രണവിന്റെ വൈഫിനെ തിരികെ കൊണ്ടുവന്നു എന്നാണല്ലോ ഞാൻ കേട്ടത്.